ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫാക്ടറി വിൽപ്പനയ്ക്ക് പ്രതിവർഷം 25 ലക്ഷം രൂപയിലേറെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പടക്ക നിർമ്മാണ ഫാക്ടറി വിൽപ്പനയ്ക്ക് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. താല്പര്യമുണ്ട്, ബന്ധപ്പെടാം. ശടാ പറയണ്ടേ? കിട്ടില്ലല്ലേ? എന്താണ് ഓമനെ കുട്ട, രാവിലെ തിരക്കിലാണോ? ഞാൻ അമ്മാവനെ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മാവ ഇന്നത്തെ പത്രം കണ്ടായിരുന്ന? ഞാൻ എങ്ങനെ കാണാനാണ്? രാവിലെ പത്രം വന്നപ്പോ മുതൽ നീ അതെടുത്ത് വെച്ച് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അമ്മാവ, ഒരു ഉഗ്രം ബിസിനസ് ഉണ്ട്. ഇത് കണ്ട, ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി വിൽപ്പനയ്ക്കെന്ന്. നോക്കിയാലേ? ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി എന്തിനാ വിൽക്കുന്നത്? അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്ത് അങ്ങ് സുഖമായി ജീവിച്ചാ പോരെ, മണ്ടൻ. അല്ല മാവ, അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ഈ ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫാക്ടറിയുടെ ലാഭം പോരെന്ന് അതിന്റെ മുതലാളിക്ക് തോന്നിക്കാണും. ആൾക്കാർ അങ്ങനെയാണല്ലോ, ലാഭം കിട്ടുന്ന ബിസിനസ് നോക്കി ഓരോ നിന്ന് വേറെ ഒന്നിലോട്ട് ചാടിക്കൊണ്ടിരിക്കുമല്ലോ. നിന്നെ പോലെ മാന്യമായിട്ടൊരു സർക്കാർ ജോലി ഉണ്ടായിരുന്ന നീ, മാന്യമായിട്ട് ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന നീ, അതിനൊന്നിനും പോകാതെ ആഴ്ചയോടാഴ്ച ലീവ് എടുത്ത് ഓരോരോ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അമ്മാവ, അമ്മാവനും തുടങ്ങിയോ സുലുവിനെ പോലെ? എന്തോ അമ്മാവ, ഒരു ഐശ്വര്യമായിട്ടൊരു കാര്യം തുടങ്ങാൻ പോകുമ്പോ ഇങ്ങനെയാണോ പറയേണ്ടത്? ആട്ടെ, എന്താ നിന്റെ പുതിയ ബിസിനസ്? അങ്ങനെ ചോദിക്കുക. ഇപ്പോഴാണ് അമ്മാവ അമ്മാവനായത്. അമ്മാവ, പ്രതിവർഷം 25 ലക്ഷം രൂപ ലാഭം കിട്ടുന്ന പടക്ക നിർമ്മാണ ഫാക്ടറിയാണ് വിൽപ്പനയ്ക്ക്. ഐശ്വര്യമുള്ള ബിസിനസ്, പടക്ക കച്ചവടം. മറ്റുള്ള ബിസിനസ്സുകളെ പോലെ പൊട്ടാനത്ര പാടില്ലല്ലോ. പടക്കമല്ലേ, ടപോ 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 എന്ന് പൊട്ടിക്കോളും. നിന്റെ കാര്യം പോക്ക. അമ്മാവ, നാക്കടുത്ത് ചുമ്മാ വളയ്ക്കല്ലേ. ഉച്ചയ്ക്ക് എന്താ കറി വെക്കണ്ടേ? കറി വെക്കുന്നതെല്ലാം വീട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വമാണ്. അത് എങ്ങനെ വെക്കണം, എന്തിട്ട് വെക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ വായിൽ വെച്ച് കൂട്ടാൻ കൊള്ളാവുന്നതായിരിക്കണം എന്ന് മാത്രം. മീൻ കറി വെച്ചാലാ? നല്ല മീനൊന്നും കിട്ടായില്ലെന്നേ. ആര് പറഞ്ഞു കിട്ടായില്ലെന്ന്? ഇന്നലെ ഞാൻ അതുവഴി വന്നപ്പോ എന്തൊരു തിരക്കായിരുന്നു അവിടെ. ഉപ്പ്, കരിമീനുണ്ട്, നെയ്മീനുണ്ട്, മുറ്റ് തിരക്കും. അമ്മ അത് പറഞ്ഞപ്പോഴാണ്, ഈ മീൻ കച്ചവടം ഭയങ്കര സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. ഞാൻ അതിലോട്ടൊന്ന് ഇറങ്ങിയാലെന്ന് ആലോചിക്കുകയാണ്. കൊള്ളാം. ബിസിനസ് പൊട്ടുമ്പോ മീനിനെ കണ്ടുപഠിക്കാം. നല്ല ബിസിനസ്. എന്ത് പഠിക്കാന്ന്? മുങ്ങുന്നതേ. ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. കരിമീൻ വാങ്ങട്ടെ? കരിമീൻ വേണ്ട. നെമ്മീനായാലോ? ഒരു തിമിംഗലം വാങ്ങിച്ച് പിന്നെ പൊരിച്ചു കൊടുക്ക്. അത് തിന്നെ മോവിന് വെളിവ് കിട്ടും തലയ്ക്ക്. ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല. ഇത് വായിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. വായിച്ചോ. പിന്നെ സുലു, ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. കാര്യം ആയിരിക്കണത് നിന്റെ അച്ഛനും എന്റെ അമ്മായി അച്ഛനൊക്കെ ശരി തന്നെ. എന്ന് വെച്ചാൽ തീരെ ഒരുമാതിരി കയറി എനിക്കിട്ട് മേയാൻ വന്നാണ്ടല്ലോ, എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് പോവും. ഞാൻ വല്ല എലിവിഷവും വാങ്ങിച്ച് കലക്കി കൊടുക്കും. അച്ഛന്റെ സ്വഭാവം കുട്ടേട്ടനെ അറിയാലോ, അതൊന്നും കാര്യമാക്കണ്ടെന്നാ. എടി എന്തോ ഒരാൾ രാവിലെ തൊട്ട് പുറകെ നടന്ന് കളിയായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദേഷ്യം വരത്തില്ലേ? മറ്റേ തിമിങ്ങലല്ലേ, അത് പുഴുങ്ങി അങ്ങേര തൊണ്ടയിൽ കുത്തി കയറ്റി കൊടുക്കും. അതൊക്കെ അച്ഛൻ വെറുതെ പറഞ്ഞതാ. പിന്നെ ഉള്ള കാര്യം പറയാം, ഇതിനൊക്കെ കാരണക്കാരൻ കുട്ടേട്ടൻ തന്നെ. മര്യാദയ്ക്ക് ജോലിക്ക് പോയി ശമ്പളം വാങ്ങിയിരുന്ന ഇതൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നോ? നീയും കൂടെ എനിക്കിട്ട് കളിയാക്കുമ്പോ എന്റെ വിധം മാറുവേ. അതൊക്കെ പോട്ടെ, ഇന്ന് എന്താ കറി വെക്കേണ്ടത്? നീ എന്തൊക്കെ ഉണ്ടാക്ക്. ബീഫ് ആയാലോ? ബീഫ് നല്ല കുരുമുളകിട്ട് വരട്ടി തന്നാലോ? കൊള്ളാം. പക്ഷെ ഞാൻ കഴിക്കാൻ വന്നിരിക്കുമ്പോ ആ മുട്ടത്തലയും കയറി വന്ന് വല്ല ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ എന്റെ വിധം മറിഞ്ഞ